തിരുസഭ 71. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 39 അധ്യായത്തിൻ്റെ 35 തിരുലിഖിതമാണ്. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, ഇപ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മാതാപിതാക്കൾ ഒന്ന് ചേർന്ന് മക്കളുടെ ഒപ്പമിരുന്ന് വിശുദ്ധ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ പാട്ടുപാടി ഉച്ചത്തിൽ ഗാനമാലപിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ദുഃഖവെള്ളിയാഴ്ചകളിലൊക്കെ പാന വായിച്ച്, അതായത് പാട്ട് പാടി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയിരുന്നു. ഗാനാലാപനം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പാട്ട് പാടാൻ കഴിവുള്ളവരും പാട്ട് പാടാൻ കഴിവില്ലാത്തവരും എല്ലാവരും ഒന്ന് ചേർന്ന് കുടുംബമായി കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് പാട്ടിൽ ആരംഭിക്കുകയും പാട്ടിൽ അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നും പല കുടുംബങ്ങളിലും ഇതൊക്കെ തുടർന്നു പോകുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധർ പഠിപ്പിക്കുന്നത്, ഹി ഹു സിങ്സ് പ്രൈസ് ട്വൈസ് എന്ന്. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന്, പ്രാർത്ഥന ചൊല്ലുന്നതിന് തുല്യമാണെന്ന്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു കുടുംബമായി കൂട്ടായ്മയായി ഉച്ചസ്വരത്തിൽ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തെ വാഴ്ത്തുകയും ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഗാനങ്ങൾ ആലപിച്ച് കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം എന്നും കർത്താവിന് നിർബന്ധമുണ്ട്. നമ്മൾ ഒരു ദൈവത്തിൻ്റെ ഒരു ഗാനം ആലപിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകൾ നമ്മളുടെ സ്വന്തം വാക്കുകളാക്കി മാറ്റണം. യാദൃച്ഛികമായി ഒന്നും പാടാനോ പ്രാർത്ഥിക്കുവാനോ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും നമ്മൾ ഏത് വ്യക്തിയോടാണോ സംസാരിക്കുന്നത്, ഒരുപക്ഷെ ഈശോയോടാകാം, പരിശുദ്ധ അമ്മയോടാകാം, പിതാവായ ദൈവത്തോടാകാം, പരിശുദ്ധാത്മാവിനോടാകാം, നമ്മൾ ഏത് വ്യക്തിയോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന്, ആ ദൈവത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ആ വ്യക്തിയോട് പൂർണ്ണമായി സംസാരിക്കണം. പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അമ്മയെ ഒരിക്കലും ഒരു ദൈവമായി കാണുന്നില്ല. ദൈവം അംഗീകരിച്ച അമ്മയെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയായ, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമ്മൾ യേശുക്രിസ്തുവിനോടും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവർ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവമായി കരുതുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയുമില്ല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ത്രിത്വിക ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ഒരു സഹായമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമ്മൾ അത് ദൈവത്തോട് ഒരുപക്ഷെ നേരിട്ടുള്ള പ്രാർത്ഥനയായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പരിശുദ്ധ അമ്മയെ ദൈവം അംഗീകരിച്ചതുകൊണ്ട്, പരിശുദ്ധ അമ്മയെ ദൈവം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകളിലൂടെ പരിശുദ്ധ അമ്മയെ പ്രത്യേക രീതിയിൽ തിരഞ്ഞെടുത്ത് നമുക്കൊക്കെ സഹായികയായി നൽകിയിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ അമ്മയെ അംഗീകരിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങൾ നമ്മൾ ആലപിക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തോട് നേരിട്ടോ വിശുദ്ധർ വഴിയോ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ പ്രാർത്ഥനകളിൽ ഗാനാലാപത്തിന് വലിയ സ്ഥാനമുണ്ട് താനും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പല വിചാരമില്ലാതെ, മറ്റൊരു ഗാനങ്ങളൊക്കെ പാടുമ്പോൾ പല പ്രാവശ്യം പാടി ശീലമുള്ളതുകൊണ്ട് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ വെള്ളം പോകുന്ന പോലെ പാടി, അങ്ങനെയൊക്കെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഗാനങ്ങൾ ആലപിച്ച് അവിടുത്തെ നാമത്തെ വാഴ്ത്തി
സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്ന് തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ഗാനമുണ്ടാകണം. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ നമ്മൾ പാടണം. പിതാവായ ദൈവത്തെ ഗാനങ്ങൾ ആലപിച്ച് മഹത്വപ്പെടുത്തണം. പുത്രനായ ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ നമ്മൾ ഗാനരൂപത്തിൽ പാടണം. അങ്ങനെ ദൈവത്തെ ഗാനങ്ങൾ ആലപിച്ച് മഹത്വപ്പെടുത്തി ദൈവനാമത്തെ നമ്മൾ പുകഴ്ത്തണം. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൂട്ടായ്മയായി ചേരുമ്പോൾ, കുടുംബമായി ചേരുമ്പോൾ പ്രാർത്ഥന നിമിഷങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പൂർണ്ണ ഹൃദയത്തോടു കൂടി അലസരാകാതെ ശ്രദ്ധയോടുകൂടി ഗാനങ്ങളുടെ ഓരോ വാക്കുകൾ, വരികൾ നമ്മുടെ സ്വന്തം പ്രാർത്ഥനകളാക്കി മാറ്റി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ഞാൻ തനിയേ അല്ലേ ഉള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. തന്നെയാണെങ്കിൽ തനിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഗോഡ് ബ്ലെസ് യു ഓൾ.